ഹലോ ഗൈസ്, ഞാനിപ്പോൾ അബുദാബിയിലുള്ള ടീം ലാബ് ഫിനോമിന എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ്ടോ ഗൈസ്. എൻ്റെ പൊന്നോ, ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കിടന്നപ്പോഴുണ്ടല്ലോ, ഞാനേതോ മാജിക്കൽ വേൾഡിലാണ് ചിന്തിച്ച് പോയി ഗൈസ്. അടിപൊളി, ജസ്റ്റ് ലുക്ക് വാവ് എന്ന് പറയാം കേട്ടോ. വാവ് ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇതൊരു വാളാണ് കേട്ടോ, വാളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റുകളാണ് കേട്ടോ കാണുന്നത്. ഇതൊരു ജസ്റ്റ് ആർട്ടാണ് ഗൈസ്. എന്തൊരു ഭംഗിയാണ് ഗൈസ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൂസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു ഇരുട്ടുമയാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ലൈറ്റ്സ് വെച്ചിട്ട് അവർ ഈ ആർട്ട് ചെയ്തേക്കുന്നത്. എന്തൊരു രസമാണ് നോക്ക്. ഞാനേതോ മാജിക്കൽ വേൾഡിലാണ് ചിന്തിച്ച് പോയിട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ. അതേപോലെയായിരുന്നു ഭംഗിയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിക്കായിരുന്നു ഗൈസ്, നമ്മുടെ നാട്ടിൽ ഇത് വന്നാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ എന്ത് രസമായിരിക്കുമല്ലേ. നമ്മുടെ നാട്ടിലൊന്നും എന്ത് വരാത്തല്ലേ എൻ്റെ പൊന്നെ. അതേപോലെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്. അത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതേപോലെ അനുഭവിക്കേണ്ട ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇറ്റ് വാസ് എ അമേസിങ്, അടിപൊളിയായിരുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തീക്കോടെ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇതേപോലെ ലൈറ്റുകളൊക്കെ ഇട്ട് നമ്മളത് മൂവ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ നടക്കുമ്പോൾ അത് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തു പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. എന്തൊരു ഭംഗിയാണ് ഗൈസ്. എന്തായാലും അപ്പുമോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആൾക്ക്. എന്തായാലും ഓരോ സെക്ഷനിലോട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഏതോ മാജിക്കൽ വേൾഡിൽ തന്നെയാണ് നമുക്ക് തോന്നുക കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ കണ്ടില്ലേ, ഇങ്ങനെ ബലൂണുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കണം, അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ട് പിള്ളേരുടെ സെക്ഷനാണ് കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെന്ന് പറയുന്നത് കളറിങ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇപ്പോൾ ഈ നടക്കുന്ന ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പല്ലി, പാറ്റ, അതേപോലെ തന്നെ ക്രൊക്കഡെയില്, പാമ്പ്, അതൊക്കെ ഉണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കുന്നത്. അത് ഇങ്ങനെ കളർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിള്ളേരുടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് കളർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ആ ഒരു സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കളർ ചെയ്തിരുന്നത് ഈ ഒരു ഫ്ലവറും അതേപോലെ തന്നെ ക്രൊക്കഡെയിലായിരുന്നു. റിജോ ചേട്ടനാണ് കേട്ടോ ഫ്ലവർ കളർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഞാൻ ക്രൊക്കഡെയിൽ ഇതേ കളർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യും അവർ. അപ്പോൾ അതേ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ചെയ്ത ആ ഒരു ഇതുണ്ടാവുമല്ലോ പടം, അതേപോലെ തന്നെ വരും കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്ത ക്രൊക്കഡെയിലാണ് കേട്ടോ ഈ നടക്കുന്നത്. കാണാൻ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും. അവിടെ കാണുന്ന എല്ലാവരും ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കുന്നത് കളർ ചെയ്തതാണ് കേട്ടോ. ഇത് റിയോ ചേട്ടൻ വരച്ച പടമായിരുന്നു കേട്ടോ ഫ്ലവർ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പിള്ളേർ അങ്ങനെ കളർ ചെയ്തിരുന്ന സാധനങ്ങളാണ് കേട്ടോ അവിടെ മൂവ്മെൻറ്റ് ചെയ്ത് നടക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് ഗൈസ്. എൻ്റെ മുന്നേ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലോട്ടാണ് ഇറങ്ങുന്നത്. ഏകദേശം ഒരു മുട്ടുകാലിനും കുറച്ചും കൂടി താഴെയായിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണ് നോക്കുക ഗൈസ്. ഒരു ഹെവൻ തന്നെ എന്ന് പറയാം കേട്ടോ ഗൈസ്. അടിപൊളി ഫീലിംഗ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു ഗൈസ്. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ. എന്തായാലും അടിപൊളി ഫീല്.